ഒരു മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് 10 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും എത്ര മനോഹരമായ നടക്കാത്ത MP ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ, അത് ശോഭാ സുരേന്ദ്രൻ തന്നെ സുഖകരമായിട്ട് ഇരിക്കാനല്ല, ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. തന്റേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇതിൽ നമ്മുടെ പ്രശ്നത്തിലുള്ളൂ, മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. അല്ല, അത് നമുക്ക് ഉറപ്പാണല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് വഹിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്. അത് ഇവനെ പിടിച്ചകത്തിടാൻ പറ്റുമോ സക്കീർ ബാക്കി? ഒരു മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് 10 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും.